ഹലോ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഇന്ന് ലിബുവിനെ സഹായിക്കുന്നത് ഞാനാണെങ്കിലും വീഡിയോ മുഴുവൻ അവൻ തന്നെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയാലോ, കഴിച്ചോ. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അതാണ് നെല്ലിക്ക. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഞാൻ വാരട്ട നെല്ലിക്കളാണ്. ഞാന് വാരട്ട നെല്ലിക്കളാണ്. കീറിയ നെല്ലിക്ക. നമ്മളിത് ഉപ്പും മുളകും ഇടാൻ പോവാണ്. നിങ്ങൾക്കും ആണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തരാം. സബ്സ്ക്രൈബേഴ്സിനുള്ള സമ്മാനം ഞാൻ കൊടുക്കും. എന്ത് സമ്മാനം? അപ്പോൾ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ്, ജസ്റ്റ് വെറുതെ ഒന്ന് പറയാമെന്ന് മാത്രം. പിന്നെ കല്ലുപ്പ്, പച്ചമുളക് കീറിയത്, വിനാഗിരി, പിന്നെ ഇളം ചൂടുവെള്ളമാണ് വേണ്ടത് കേട്ടോ. ഇത് എടുത്തിരിക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്ക പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് ഹാർഡായിട്ട് കുറേ ദിവസം ഇങ്ങനെ കിടക്കേണ്ടി വരും. നമുക്ക് എരിവും പിന്നെ ഉപ്പ് ആവശ്യത്തിന് പാടുള്ളൂ. പക്ഷേ എരിവ് ഇഷ്ടമുള്ള അത്ര നമുക്ക് ഇടാം കേട്ടോ. കാരണം ചിലവർക്ക് പിന്നെ ഈ ഉപ്പിലിടുന്നതിൽ എരിവ് നല്ല ഇഷ്ടമാവും. പച്ചമുളകൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാവും. അതുകൊണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ വിനാഗിരി നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ആദ്യം നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക്, പിന്നെ എടുത്ത് വെച്ച നെല്ലിക്ക. ഞാൻ 1 കിലോ നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെല്ലിക്ക, പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരി, പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വൃത്തിയായിട്ട് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമില്ല. കുറച്ചധികം സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹലോ ഗായ്സ്, ഇന്നലെ ഇട്ട് വെച്ച നെല്ലിക്ക എന്തായിരുന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ഇന്നലെ ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ച നെല്ലിക്കയുടെ കളർ നോക്ക്, അസലായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്താക്കാം. സൂപ്പർ. ഉപ്പൊക്കെ പിടിച്ചിക്കണോ? എരിവൊക്കെ പിടിച്ചിക്കണോ? ഉപ്പ് എരിവൊക്കെ പിടിച്ചിക്കണോ? നല്ല രസമുണ്ട്. അങ്ങനെ റെഡി ആയിക്കണോ? നല്ല റെഡി ആയിക്കണോ. ഇതെന്താ ചെയ്യാ? സ്കൂൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മതി. അടുത്തേക്ക് അടച്ചേക്ക്.